നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടതിലേക്ക് അപ്ലൈ ചെയ്യാം. പെർമനന്റ് വേക്കൻസിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്കാണ് HR അവാർഡ്സ് പറഞ്ഞിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർക്ക് ബെസ്റ്റ് ഓർഗനൈസേഷൻ ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ട്രാറ്റജിക് ഡിജിറ്റൽ HR ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ മോസ്റ്റ് പ്രിഫേർഡ് വർക്ക് പ്ലേസ് ഫോർ വിമൻ 2024-25 എന്നുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അവരുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് ജസ്റ്റ് കൊടുത്താണ്. അപ്പോൾ നല്ല ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്കിതിൽ കിട്ടിയാലെന്നുള്ളതാണ് ചുരുക്കം അവർ നമ്മളെ കൊണ്ട് അതിലൂടെ നമ്മളെ അറിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിൽ പറയുന്നതാണ്. അതായത് നമ്മളിതിലെവിടെയും കട്ട് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, മേ ബി എന്തെങ്കിലും ഗ്യാപ്പ്, അതായത് നിങ്ങൾക്ക് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് സീക്ക് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാണാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലാഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്യാനും നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം പിടിക്കും. അത് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ അധികം ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക പബ്ലിക് സെക്ടർ ബാങ്കാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പാൻ ഇന്ത്യ ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന് മോർ ദാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം 4500ഓളം മുകളിലുള്ള ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഒട്ടുമിക്ക ഉണ്ട്. കേരളത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം കേരളത്തിലൊക്കെ ജോലി സാധ്യത ഉള്ളതിനാണ്. അപ്പോൾ 30/1 നിങ്ങൾക്ക് ജനുവരി 30 മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെബ്രുവരി 20 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കോൾ ലെറ്റർ മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി നമുക്ക് നോക്കാം. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. നെയിം ഓഫ് ദ പോസ്റ്റ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ജനറൽ ബാങ്കിങ് ആണ്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ പേ സ്കെയിൽ വന്നിരിക്കുന്നത് കാണാം. ജൂനിയർ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പേ സ്കെയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് 1000 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ 150 വേക്കൻസി SC STക്ക് 75, OBCക്ക് 270, AWS 100, ജനറൽ 405. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് ഓരോ കാറ്റഗറിയിൽ നിശ്ചിത വേക്കൻസി, റിസർവ്ഡ് വേക്കൻസീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസ്. ഇനി ഇതിലേക്ക് പേ സ്കെയിൽ കാണാം. അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന അതിൻ്റെ സ്കെയിലാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 48,450 മുതൽ നിങ്ങൾക്ക് 55,920 വരെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് നമുക്ക് ആ സാലറി നമുക്ക് ലഭിക്കും. ഇനി ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റുമാണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മിനിമം 20 ആണ്. മിനിമം 20, മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഡിഗ്രിയാണ്. ജസ്റ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ, എനി ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. 60% മാർക്ക് വേണമെന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട് കേട്ടോ. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി SC ST OBC അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി കേട്ടോ. അവരുടെ ഗ്രാജുവേഷനിൽ 55% മാർക്ക് മതി. അതല്ലാത്തവർക്ക് 60% ഗ്രാജുവേഷൻ ഡിഗ്രിയിൽ 60% മാർക്ക് വേണം. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യാറാണ്, സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും, ക്ഷമിക്കണം നിങ്ങൾ. ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റും അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്ക്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ്. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ എക്സാം ഉണ്ടാകുക. ഇവിടെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നുണ്ട്, നിങ്ങൾ നേട്ടേണ്ട. ഹിന്ദി നമുക്ക് 2 ചോയ്സ് ഉണ്ട്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഹിന്ദിയിൽ വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഹിന്ദിയിൽ എഴുതാം, ഏതെങ്കിലും ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും രണ്ടിലും ഉണ്ടാവില്ല. ഓക്കെ, മീൻസ് അങ്ങനെയല്ല, ഹിന്ദിയിൽ നമ്മൾ നിർബന്ധമായിട്ട് എഴുതേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി എക്സാം. പിന്നെ ക്വസ്റ്റ്യനൊക്കെ ഇംഗ്ലീഷിലുണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് എസ്സേ റൈറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് 30 മാർക്കിനാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 120, 30, 180 മാർക്കിനാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെലക്ട് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും, പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ കണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യേണ്ട, കാരണം ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള കംപ്ലീറ്റ് കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് എനി ഗ്രാജുവേഷൻ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഈ പറയുന്ന PGDBF എന്ന്. PGDBF എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആക്ച്വലി ബാങ്ക് എന്ത് ചെയ്യും, നമ്മുടെ IIBF ഒക്കെ ടൈപ്പ് ആയിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എക്സാം, അതായത് ഈ ഒരു കോഴ്സ് നമുക്ക് തരുന്നുണ്ട്. അതിന് ബാങ്ക് ലോൺ തരുന്നുണ്ട്. നമ്മൾ ലോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ബാങ്കിലേക്ക് തന്നെ അക്കൗണ്ടിലേക്ക് തന്നെ അത് ക്രെഡിറ്റ് ആവുന്ന സ്കീമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും മാക്സിമം അവരിലേക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആഫ്റ്റർ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, അതായത് PGDBF എന്നാണ് ഷോർട്ടായിട്ട് പറയാം. ആ ഒരു 1 ഇയർ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ്. അതായത് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ രീതിയിൽ ബാങ്ക് ഒരു എക്സാം നടത്തും. ബാങ്ക് എക്സാം നടത്തുന്ന ആ ഒരു എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്താൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ബാങ്ക് നടത്തുന്ന എക്സാം മുഖേനയാണ്. ആ എക്സാം ക്വാളിഫൈ ചെയ്താൽ അതിൽ ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കോഴ്സിലേക്കാണ് അവർ ചേർക്കുന്നത്. PGDBF എന്ന് പറയുന്ന കോഴ്സിലേക്കാണ് ചേർക്കുന്നത്. അതല്ലാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കില്ല. ഈ PGDBF എന്ന് പറയുന്ന എന്താണ് ഡിപ്ലോമ നമ്മൾ ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അത് ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതായത് നമുക്ക് അതിനാവശ്യമുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ബാങ്കാണ് ചെയ്ത് തരുന്നത്. ലോൺ സൗകര്യം തരുന്നുണ്ട്. അങ്ങനെ കുറേ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഫീ നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് ഈ പറയുന്ന നിശ്ചിത പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ 1 ഇയറിൽ 9 മന്ത് നിങ്ങൾക്ക് ക്ലാസ് റൂം ട്രെയിനിങ്ങും 3 മന്ത് നിങ്ങൾക്ക് ഓൺ ജോബ് ട്രെയിനിങ്ങും ആണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടും എമൗണ്ടും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ എന്താണ് ഇത്തരം ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സാം നടത്തി സ്ക്രീനിങ് ചെയ്ത് എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിലുള്ള ഇപ്പോൾ 1000 വേക്കൻസി ആണല്ലോ. അപ്പോൾ 1000 വേക്കൻസിയിലേക്കുള്ള 1000 ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, 1000 ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന കോഴ്സാണ് ബാങ്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്, PGDBF എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിൻ്റെ ആ ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന സ്റ്റൈപ്പൻഡ് എമൗണ്ട് കിട്ടും. അതൊക്കെ ഞാൻ പറയാം എത്ര എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊരു നിശ്ചിത പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ ആ കോഴ്സ് ഫീ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഓക്കെ, അത് നല്ലൊരു ബെനിഫിറ്റാണ്. മറ്റേ നമ്മൾ ഒരുപാട് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് എന്താണ് ഇത്തരം കോഴ്സുകളൊക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന പോസ്റ്റിംഗ് ലഭിക്കുമെന്ന് ഉറപ്പില്ല. ഇനി നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് വീണ്ടും അത് ബാങ്ക് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റ് നടത്താം. അതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിലൊക്കെ നിങ്ങൾ എന്താണ് ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അതിനുള്ള ആ ഒരു കഴിവൊക്കെ നിങ്ങൾ ആർജിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അവർ നടത്താം, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലുള്ള ആ ഒരു സ്കെയിലിലേക്കാണ് നിങ്ങളെ ഈ പറയുന്ന പോസ്റ്റിലാണ് നിങ്ങളെ മീൻസ് അതിൻ്റെ സ്കെയിലാണ് പറയുന്നത്. പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ. ഓക്കെ, പോസ്റ്റ് നമ്മളെ ക്രെഡിറ്റ് ഓഫീസർ അങ്ങനെ എന്താണ് പോസ്റ്റിൻ്റെ പേര് കേട്ടോ. ജസ്റ്റ് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, അതുകൊണ്ടാണ് മുകളിലോട്ട് നോക്കുന്നത്. ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. അത് നമ്മളെ പ്ലേസ് ചെയ്യുന്ന പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മുടെ പേ സ്കെയിലാണ് ജൂനിയർ മാനേജർ എന്നുള്ള ആ ഒരു സ്കെയിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ് ബാങ്ക് നടത്തും ഒരു എക്സാം ബാങ്ക് നടത്തും. ഓക്കെ, അപ്പോൾ ആ ബാങ്ക് നടത്തുന്ന എക്സാമിലൂടെ നമ്മൾ കുറച്ച് പേര് സെലക്ട് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ 1000 വേക്കൻസി ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ സെലക്ട് ആയി. ഈ സെലക്ടായ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാങ്ക് എന്ത് ചെയ്യും, ഈ കോഴ്സ് കൊടുക്കും. PGDBF എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാങ്കിങ് ആൻഡ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് കൊടുക്കുന്നത്. ആ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1 വർഷമാണ് ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ. നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ക്രെഡിറ്റ് ഓഫീസറായിട്ട് പെർമനൻ്റ് ആയിട്ട് വേക്കൻസി നമുക്ക് അതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. പിന്നെ പെർമനൻറ്റ് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഘട്ടമായിട്ടുള്ള വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോഴ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാര്യം ഞാൻ പറഞ്ഞു. 9 മാസമായിരിക്കും, 1 ഇയർ ആയിരിക്കും. അതിൽ 9 മാസം ക്ലാസ് റൂം ട്രെയിനിങ്ങും 3 മന്ത് നിങ്ങൾക്ക് ഓൺ ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഈ പറയുന്ന കോഴ്സിൽ നമ്മൾ ഈ പറയുന്ന ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് എന്നുള്ള ആ ഡിപ്ലോമ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ IIBF ഒക്കെ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബാങ്കിങ് നമ്മുടെ ഈ CBI അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഇറേസ് ചെയ്യാനാണ്, സോറി. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഡീറ്റെയിൽസ് പറയാം. കോഴ്സ് ഫീ ആണ്. നമ്മൾ കോഴ്സ് ഫീ അതായത് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് ഫീ അടയ്ക്കണം. അപ്പോൾ ഫീ എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ അടയ്ക്കേണ്ട ഫീ ആണ്. ആ അടയ്ക്കേണ്ട ഫീ ഒരു ഏകദേശ തുകയാണ് 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ. അതിലേക്ക് എല്ലാ എന്താണ് ഈ പറയുന്ന കോഴ്സ് ഫീ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും അതിലേക്ക് പെടുന്നതാണ്. 3 ലക്ഷത്തിന് 4 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള ഫീ ആണ് അടയ്ക്കേണ്ടത്. ഈ എമൗണ്ട് നിങ്ങൾ എന്താണ് ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് ചെയ്യും. അതാണ് മറ്റൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ഫീ ആണ്. അപ്പോൾ ആ ഫീ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് തരും. ലോൺ ഫെസിലിറ്റിയും നമുക്ക് ബാങ്ക് തന്നെ ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, നമുക്ക് സാമ്പത്തിക ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരൊറ്റ സ്ട്രെച്ച് പറയുമ്പോൾ അതിൻ്റേതായുള്ള പോരായ്മകൾ ഉണ്ടാകും. മീൻസ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും, എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണ്, ഇത് ഞാൻ പറയുന്നല്ല, നിങ്ങൾക്ക് ബാങ്ക് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ തരും. അതായത് 3 ലക്ഷം മുതൽ കോഴ്സ് ഫീ എത്രയാണോ വെച്ചാൽ ആ കോഴ്സ് ഫീ എന്ത് ചെയ്യും, ബാങ്ക് തരും.
ഓക്കെ, ആ ബാങ്ക് വെറുതെ അങ്ങോട്ട് തരൂല. നിങ്ങൾക്ക് സിബിൽ സ്കോർ ഒന്നെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പാരൻസിനോ സിബിൽ സ്കോർ ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ലോണ് തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് തന്നെ ബാങ്ക് തരുള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് ആർക്കും ലോൺ എന്നുള്ള രീതിയിലല്ല. സാധാരണ ലോണിൻ്റെ നിശ്ചിതമായിട്ടുള്ള അതിൻ്റെ റൂളിനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള അതിന് എലിജിബിൾ ആയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ തീർച്ചയായിട്ടും ബാങ്ക് തന്നെ എന്ത് ചെയ്യും, കൊടുക്കുന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ സാധാരണ എഡ്യൂക്കേഷൻ ലോൺ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അത് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കാണാം നമ്മുടെ കോഴ്സ് ഫീ നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഈ പറയുന്ന ബാങ്കിൽ എന്താണ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 5 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് തുടർച്ചയായി 5 വർഷം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഫീ എത്രയാണോ ആയത്, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 3 ലക്ഷമാണ് നിങ്ങളുടെ കോഴ്സ് ഫീ ആയത് വിചാരിക്കുക. ആ 3 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഫ്രീ ആയിട്ട് എന്താണ് ഒരു ഡിപ്ലോമ, നമുക്ക് ഈ പറയുന്ന ഫൈനാൻസിലുള്ള ആ ഒരു ഡിപ്ലോമ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. പ്ലസ് നമുക്ക് എന്താണ് ഒരു പെർമനൻറ്റ് ജോലിയും കിട്ടുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾ 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് നിർത്തി പോവുകയാണെങ്കിൽ, വ്യക്തമായ കാരണങ്ങളില്ലാതെ നിർത്തി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്കിന് ചിലവായ തുകയൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ട ഒരു സാധ്യത അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, കാരണം നിങ്ങളെ ബാങ്ക് എന്താണ് ഇത്തരം ഒരു എന്താണ് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട്, സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം ഞാൻ പറയാം, സ്റ്റൈപ്പൻഡോടൊക്കെ കൂടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ബാങ്ക് ലോണൊക്കെ തന്നിട്ട് ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചു. ബാങ്കിന് ആവശ്യമുള്ള ഒരു എന്താണ് നമുക്ക് മാൻ പവർ ഇല്ലേ, ആവശ്യമുള്ള ഒരു ഉദ്യോഗാർത്ഥികളെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അത് ബാങ്കിന് മുതലാകണമെങ്കിൽ മിനിമം ബാങ്കിൽ എന്ത് ചെയ്യണം, 5 വർഷമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണം, എന്നാൽ ബാങ്കിന് അത് മുതലാവും. അപ്പോൾ അതിനാണ് ആ ടൈം പീരീഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കോഴ്സ് ഫീ എന്ത് ചെയ്യും, തിരിച്ച് നൽകും. 3 ലക്ഷമാണ് നിങ്ങൾക്ക് ചിലവഴിച്ച് 3 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇയർലി വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇത്തരം എക്സാമിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് നടത്തുന്ന ഇത്തരം എക്സാം ഒന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് സ്കീം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുക്കുകളൊക്കെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഭാഗമുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിലേക്ക് ഞാൻ ഇടാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാ, നിങ്ങൾക്ക് ഈ പറയുന്നത് നിങ്ങളുടെ കോഴ്സ് ഫീ 3 ലക്ഷമൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കാം, ബാങ്ക് കൊടുത്തു എന്ന് വിചാരിക്കാം, ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ബാങ്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് പറയുന്ന ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് നൽകും. അതായത് ആദ്യത്തെ 9 മാസം നിങ്ങൾക്ക് പറഞ്ഞു ഈ പറയുന്ന ക്ലാസ് റൂം ട്രെയിനിങ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മന്ത്ലി ഒരു 2500 രൂപ. ഓക്കെ, 2500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ 2500 നിങ്ങൾക്ക് എന്താണ് ധാരാളമായിരിക്കും. 2500 മന്ത്ലി നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ബാക്കി 3 മാസം ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് 10000 രൂപ എന്താണ് മന്ത്ലി നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ജോലിയായി. ബാങ്ക് നമുക്ക് എന്താണ് ജൂനിയർ മാനേജർ എന്ന് പറയുന്ന സ്കെയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ജൂനിയർ മാനേജർ എന്ന് പറയുന്ന ഗ്രേഡ് 1 സ്കെയിലിലേക്ക് നിങ്ങൾ എന്താണ് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം കോഴ്സ് കഴിഞ്ഞ് നമ്മൾ വെറുതെ തന്നെ നടക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നു, അവർക്ക് കുറച്ച് കോഴ്സ് കൊടുക്കുന്നു. ഈ ഒരു കോഴ്സിൽ നിന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നു, പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു സ്കീമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് ജസ്റ്റ് ഇന്ന് മാർക്ക് ചെയ്ത കാര്യങ്ങൾ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്. വിമൻ കാൻഡിഡേറ്റ്സ് അതുപോലെ SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150 രൂപ ഫീ അടിച്ചാൽ മതി ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 750 രൂപ ഫീ അടയ്ക്കണം. പ്ലസ് അവർക്ക് ഈ പറയുന്ന GST ഉണ്ടായിരിക്കും 18%. ഇനി ഓൺലൈനായിട്ട് അപേക്ഷ നൽകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇനി സെൻറ്റർ നമുക്ക് കേരളത്തിലെ എക്സാം സെൻറ്റർ ഇവിടെ കാണാം. കേരളത്തിൽ നിങ്ങൾക്ക് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ഇവിടെയാണ് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ വരും. തമിഴ്നാടൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. തമിഴ്നാടാണ് ചെന്നൈ, മധുരൈ ഇങ്ങനെയൊക്കെയാണ്. കോയമ്പത്തൂരൊക്കെ ഉണ്ട്, വെല്ലൂരൊക്കെ ഉണ്ട്. കർണാടക ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഫോട്ടോഗ്രാഫ് പാസ്വേഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 200x220 പിക്സലായിരിക്കണം ഡയമെൻഷൻ, 20 GB 50 GB ആയിരിക്കണം ഫയൽ സൈസ്. ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഫോട്ടോ ഒരു പാസ്വേഡ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ അത് കൂടാതെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ലൈവായിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് ക്യാപ്ചർ ചെയ്യണം. അത് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് ഫോട്ടോ എടുക്കാണ്ടാവും. ആ ലൈവ് ഫോട്ടോ എടുത്ത് നമ്മളിതിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് നമ്മളൊരു പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിൽ അഡീഷണലായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ലൈവ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ലൈവ് ക്യാപ്ചർ ചെയ്തിട്ട്. ഇനി ഇവിടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിലായിരിക്കണം. 150x60 പിക്സൽ ഡയമെൻഷൻ, 10 GB 20 GB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. 250x200 പിക്സൽ ഡയമെൻഷൻ, 20 GB 50 GB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ്റെ സബ്ജക്റ്റ് ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതാം. എന്നിട്ട് കോമഡഡ് ഹിയർ ബൈ ഡിക്ലെയർ എന്നിട്ട് നിങ്ങൾ ആ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാം, മാർക്ക് ചെയ്താൽ. ഓക്കെ, ഇതൊരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതിയിട്ട് അതിനെ 800x400 പിക്സൽ ഡയമെൻഷനിലേക്ക് മാറ്റിയിട്ട് 50 GB 100 GB ഫയൽ സൈസ് ആക്കി മാറ്റി അതും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവേഷനും ഏജ് റിലാക്സേഷനും കിട്ടണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള. ഇത്രയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് കാണാം, നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം, ക്ലിക്ക് ചെയ്യാറുണ്ട് കാണാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുക. ഓക്കെ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ IBPSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. കൂടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫീസർ എന്നാണ് ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 1 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 30 ക്ലോസിംഗ് ഡേറ്റ് February 20. ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ, പിന്നെ നമ്മൾ അപ്ലോഡ് ഈ പറയുന്ന ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.